എൻ്റെ കൊല്ലത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കൊല്ലം പാർത്തസ് തിയേറ്ററിലേക്കാണ്. അപ്പൊ നമ്മുടെ മമ്മൂക്കാടെ തമിഴ് ചിത്രം പേരൻ ഇന്ന് റിലീസാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും പോലെ വളരെയധികം പ്രതീക്ഷയോടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. ഈ ചിത്രം ഒരുപാട് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ മികച്ച പ്രതികരണം നേടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവൽ, ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഗോവ ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു മുൻധാരണയോട് കൂടി തന്നെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. ഇതൊരു മാസ് പടമല്ല, ഒരു പക്ക ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മമ്മൂക്ക ഫാൻസ് മാത്രമല്ല, ഇവൻ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വിജയ് ഫാനാണ്, ഒരു മോഹൻലാൽ ഫാൻ, നിവിൻ പോളി ഫാൻ, പിന്നെ നമ്മുടെ ക്യാമറാമാൻ ദിലീപ് ഫാൻസിന്റെ ട്രഷററാണ്. കൊല്ലം ദിലീപ് ഫാൻസിന്റെ ജില്ലാ ട്രഷററാണ്. അപ്പൊ നല്ലൊരു പടം വിജയിപ്പിക്കുക ആ ഒരു ലക്ഷ്യമാണ്. പല ഫാൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു മടിയും ഇല്ല. നല്ല പടമാണ് ആണെങ്കിൽ വിജയിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. അപ്പോൾ ഡയറക്ടർ റാം ഞങ്ങളുടെ വിശ്വാസം കാക്കും. ബാക്കി പടം കണ്ടതിന് ശേഷം വിചാരിച്ച പോലെ തന്നെ പേരൻപ് ഒരു ക്ലാസ് പടമാണ്. മമ്മൂക്കയുടെ അഭിനയ ജീവിതത്തിലെ മികച്ച പല കഥാപാത്രങ്ങളുണ്ടെങ്കിലും പേരൻപിലെ അമുതവൻ അതിലേറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഇതാണ്. മമ്മൂക്കയെ കൂടാതെ തന്നെ മമ്മൂക്കയുടെ മോള് കഥാപാത്രം അവതരിപ്പിച്ച പാപ്പ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച സാധന, വെറും 12 വയസ്സുള്ള ആ കുട്ടിയുടെ പ്രകടനം നമ്മളെ മനസ്സ് ഉലയ്ക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ്. ഒരു സ്പാസ്റ്റിക് ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയുടെ ക്യാരക്ടറാണ്. ത്രൂ ഔട്ടായിട്ട് അങ്ങനെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചാലഞ്ചിങ് ക്യാരക്ടറാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഡയറക്ടർ റാം സാറിന്റെ ആ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു കഥ പറയാനുള്ള ആ ഒരു തീരുമാനം. വെറും 4ാമത്തെ പടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ് തെളിയിച്ചിരിക്കുകയാണ്. മമ്മൂക്ക എന്ന മഹാനടനെ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നുള്ള ആ ലേബലിലേക്ക് ഉയർത്താൻ എന്തായാലും ഈ ഒരു അമുതവൻ എന്ന ക്യാരക്ടർ കൊണ്ട് ഡയറക്ടർ റാമിന് സാധിച്ചു. പിന്നെ പറയാനുള്ളത് ബാക്കി ഈ ചിത്രത്തില് ഒട്ടുമിക്ക സീനുകളിൽ മമ്മൂക്കയുടെ അഭിനയം നമ്മളെ കണ്ണം ചിപ്പിക്കുന്നതാണ്. കാരണം നമ്മുടെ മനസ്സിൽ തട്ടിയിരിക്കുന്ന രീതിയിലാണ് മമ്മൂക്കയുടെ ഓരോ അഭിനയം. നമ്മുടെ മനസ്സിൽ പതിക്കുന്ന ഒരു സീൻ ഞാനിതിൽ നിന്ന് കേൾപ്പിച്ചു തരാം. உங்களுக்கு என்ன வேணும்? மேல் ப்ராஸ்டிடியூட் இல்லை இந்த மாதிரி வேலை செய்கிற ஏதாவது ஆம்பளைங்க கேஸ்கள் தனி குரூப்ஸ் இருக்கு. நான் வேணா அவங்களோட ஃபோன் நம்பர் தரேன். எனக்கு இல்லை. அப்புறம் யாருக்கு? என் பொண்ணுக்கு. ഈ ഒരു 15 സെക്കൻഡ് നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത തിയേറ്ററിലൂടെയാണ് മമ്മൂക്ക കാണുന്നത്. കാരണം മമ്മൂക്കയുടെ ആ ഡയലോഗും ആ എക്സ്പ്രഷനും എല്ലാം നമുക്കൊരു ഗിഫ്റ്റ് പോലെയാണ് മമ്മൂക്ക വരുന്നത്. ഇത്രയും ഇങ്ങനൊരു അസുഖമുള്ളൊരു കുട്ടിയെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ, ഇപ്പോഴത്തെ ഒരു ജീവിതാവസ്ഥയിൽ ഒരു അച്ഛൻ എങ്ങനെ കെയർ ചെയ്യും, എങ്ങനെ നോക്കുന്നു എന്നാണ് മമ്മൂക്ക ഈ ചിത്രത്തിലൂടെ പറയുന്നത്. ഈ പടത്തിന്റെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇതിലെ മ്യൂസിക്കാണ്. അത് ചെയ്തിരിക്കുന്നത് ഇളയരാജ സാറിന്റെ മകൻ യുവശങ്കർ രാജയാണ്. പുള്ളിക്കാരൻ അത് സൂപ്പറായിട്ടാണ് ചെയ്യുന്നത്. ഡയറക്ടർ റാം സാറിന് സ്വന്തം സിനിമയിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്, മൗത്ത് പബ്ലിസിറ്റിക്ക് തന്നെയാണ് സാറ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ ഇവിടെ പോസ്റ്റർ എല്ലാം വളരെ കുറവാണ്. പേരൻപ് എന്ന പടത്തിന് പോസ്റ്റർ വളരെ കുറവാണ്. നീ എന്തെങ്കിലും പറയണം? പടം കണ്ടതല്ലേ? നിങ്ങളെല്ലാവരും തീർച്ചയായും കുടുംബസമേതം ഈ പടം കാണുന്നു.